ചങ്ങായിമാരെ നമ്മളെ നല്ല സംഖ്യക്കുണ്ടല്ലോ 2 ദിവസമായിട്ടുള്ള ആഘോഷരാവാണ്. ഒന്നൊന്നര ആഘോഷരാവ്. അതായത് ഉസ്ബെക്കിസ്ഥാനിൽ ഒരു മലയാളി പെൺകുട്ടി ക്രൂരമായി കൊല്ലപ്പെട്ടിനല്ലോ. അതിനിടയിലെ നമ്മളാളുടെ സംഖ്യകൾ 2 ദിവസമായിട്ട് ആഘോഷിക്കുകയാണ്. നിങ്ങൾ എത്ര പേര് ഇന്നൊരു വാർത്ത കേട്ടെന്ന് എനിക്കറിയില്ല. ആ പെൺകുട്ടിയുടെ വീട്ടിലുണ്ടല്ല നമ്മളെ വിശകലുണ്ടല്ല, വിശകലമ്മയുടെ സന്ദർശനം നടത്തി. ഈ വാർത്ത കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും അതെന്താ വിശകലക്ക് ആ പെൺകുട്ടി, ആ മരണപ്പെട്ട പെൺകുട്ടിയുടെ വീട്ടിൽ സന്ദർശനം നടത്തുന്നതിന് എന്താണ് കുഴപ്പമെന്ന്. അങ്ങനെ ചിന്തിക്കുന്ന നിഷ്കളങ്കരോടാണ് ഞാൻ പറയുന്നത്. ഇതിനു മുന്നിലുള്ള ഇതുപോലെ ഒരുപാട് ക്രൂരമായ കൊലപാതകങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട്. അപ്പോഴൊന്നും ആ വീടൊന്നും സന്ദർശിക്കാൻ വേണ്ടി നമ്മളെ വിശകലമാടത്തിനുണ്ടല്ല സമയം ഉണ്ടായിട്ടില്ല. അതായത് അവിടെ പോകാതെ നമ്മളെ വിശകലമാടുണ്ടല്ല ഈ വീട്ടിൽ പോകുന്നുണ്ടെങ്കിൽ അതിന്റെ ഉദ്ദേശം എന്താണെന്ന് എല്ലാവർക്കും അറിയാലോ. അതും പോട്ടെ, എത്ര പാവപ്പെട്ട ഹിന്ദുക്കൾ സഹായത്തിന് വേണ്ടി ഈ നാട്ടിൽ ഇങ്ങനെ കഷ്ടപ്പെടുന്നുണ്ട്. ആ കഷ്ടപ്പെടുന്ന ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിങ്ങളുടെ ഈ വിശകലനം കണ്ടിട്ടുണ്ടോ? മറ്റുള്ള മതക്കാർ കഷ്ടപ്പെടുന്നൊന്നും നോക്കണ്ട. ഹിന്ദുക്കൾ കഷ്ടപ്പെടുന്ന ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഈ വിശകലനം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല, കാണൂല. കാണാൻ വേണ്ടി നമ്മൾ വിശകലനം ഇട്ടില്ല. അങ്ങനെ സ്ഥലത്തുണ്ടല്ല പോയിട്ടേ ഇല്ല. കാരണം എന്താണെന്നറിയാം, അവിടെ നിന്ന് പോയിട്ട് വിശകലനം കണ്ടില്ല. അതിനെ മുതലെടുത്തിട്ട് അതിന് വർഗീയപരമായിട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. പക്ഷെ ഈ വിഷയത്തിൽ, ഈ പെൺകുട്ടിയുടെ വിഷയത്തിലുണ്ടല്ല സംഘപരിവാർ ഓൾറെഡി ഉണ്ടല്ല വിഷം നല്ലോണം കലർത്തിയിട്ടുണ്ട്. അപ്പൊ ആ വിഷത്തിൽ കുറച്ചും കൂടി വിഷം കലർത്താൻ വേണ്ടിയിട്ടാണ് നമ്മളെ വിശകലനം ഉണ്ടല്ല ആ പെൺകുട്ടിയുടെ വീട്ടിലുണ്ടല്ല സന്ദർശനം നടത്തിയത്. എന്തായാലും നമുക്ക് വിശകലനം ഉണ്ടല്ല ആ പെൺകുട്ടിയുടെ വീട്ടിൽ പോയ ശേഷം പറഞ്ഞ കുറച്ച് കാര്യങ്ങളൊന്ന് കേട്ടിട്ട് വരാം, അതിന് മറുപടിയും കൊടുക്കാം. ഇപ്പോൾ ശശികല ടീച്ചറോട് തന്നെ ചോദിക്കാം, എത്രത്തോളം ആസൂത്രിതമായ ഒരു കൊലപാതകം എന്ന സൂചനയാണ് ഇത് വരുന്നത്? ഇവിടെ നമ്മൾ ഇതുവരെ വാർത്തകളിൽ നിന്ന് അറിഞ്ഞതിനേക്കാൾ വളരെ ഗൗരവമുണ്ട് ഈ വിഷയത്തിന് എന്നുള്ളത് ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത്. കാരണം ഇനിയും പുറത്തേക്ക് വരാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അറിഞ്ഞിടത്തോളം തന്നെ വളരെ ഭീകരമാണ് അവസ്ഥ എന്ന് പറയാതിരിക്കാൻ വേണ്ടി. കാരണം ഒന്ന്, ഈ പറഞ്ഞ പോലെ തന്നെ 2 ദിവസമായി കുട്ടിയുടെ അച്ഛൻ ബന്ധപ്പെടുമ്പോൾ ടെക്സ്റ്റ് മെസ്സേജ് മാത്രം കിട്ടുന്നു എന്ന് പറയുമ്പോൾ ടെക്സ്റ്റ് മെസ്സേജ് ആർക്കും ചെയ്യാം. അപ്പോൾ ആ നിലയിൽ ഈ കുട്ടി തടവിലായിരുന്നോ എന്നുള്ള വിഷയമുണ്ട്. അതിനേക്കാൾ അത്തരം കാര്യങ്ങൾ അച്ഛൻ തന്നെ പറയും. അതിനേക്കാൾ ഗൗരവമായി എനിക്ക് തോന്നിയ മറ്റൊരു വിഷയം, ഈ കുട്ടിയുടെ മാതാപിതാക്കളെ ഇതിൽ കക്ഷി ചേർക്കണം. ഈ പ്രതിയുടെ മാതാപിതാക്കളെ ഈ കേസിൽ കക്ഷി ചേർക്കണം. കാരണം മറ്റൊന്നും കൊണ്ടല്ല, അവിടുത്തെ ഇവരുടെ സുഹൃത്തുക്കൾ പറഞ്ഞിട്ടുണ്ട് നിരന്തരമായി ഈ കുട്ടിയെ വിളിക്കുമായിരുന്നു. എന്തിനാണ് ഈ പെൺകുട്ടിയെ അവർ നിരന്തരമായി വിളിച്ചിരുന്നത്? ഇതിൽ മതപരിവർത്തനം ആരോപിക്കപ്പെടുമ്പോൾ അതിന് നിർബന്ധിക്കാൻ വേണ്ടിയായിരുന്നു ഒരു അധ്യാപിക കൂടിയായ അമ്മ നിരന്തരമായി വിളിക്കുന്നത്. നമുക്ക് തെളിയിക്കാൻ കഴിയുന്നത് കാരണം ഫോൺ രേഖകൾ ഉണ്ടാകും എന്നുള്ളത് ഉറപ്പ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഫോൺ രേഖകൾ നിലനിൽക്കുന്നിടത്തോളം കാലം പ്രതിയുടെ മാതാപിതാക്കളെ ഇതിൽ കക്ഷി ചേർത്തുകൊണ്ട് തന്നെ അന്വേഷണം നടക്കണം. ഈ മതപരിവർത്തനത്തിന് നിർബന്ധിക്കാൻ അവർ കൂട്ടുനിന്നിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. വിശകലമാടത്തിന് ഇപ്പൊ എന്താ വേണ്ടെന്നറിയാം. പ്രതിയുടെ മാതാപിതാക്കളില്ലേ, അവരെ കൂടി പ്രതി ചേർക്കണം എന്നാണ് നമ്മൾ വിശകലമാടം പറയുന്നത്. എന്റെ വിശകലമാടം കേരളത്തിലെ എല്ലാ മനുഷ്യരും പറഞ്ഞിട്ടുണ്ട്. ആ പ്രതിയുണ്ടല്ലോ, ആ പെൺകുട്ടിയെ ക്രൂരമായി കൊലപ്പെടുത്തിയ ആ പ്രതിക്കുണ്ടല്ലോ ഏറ്റവും വലിയ ശിക്ഷ തന്നെ കിട്ടണമെന്ന് കേരളം മൊത്തം പറയുന്നുണ്ട്. പക്ഷെ നിങ്ങളുണ്ടല്ലോ ആ കേസിൽ ഒന്നും അറിയാത്ത ആ പ്രതിയുടെ മാതാപിതാക്കളെ പ്രതി ചേർക്കണം എന്നൊക്കെ പറയുമ്പോൾ അതിന്റെ പിന്നിൽ നിങ്ങളുടെ ഉദ്ദേശം എന്താണെന്നും എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട്. അതായത് നിങ്ങളുടെ ഉദ്ദേശമല്ല, നിങ്ങളുടെ ദുരുദ്ദേശമില്ലേ, ആ ദുരുദ്ദേശം കേരളത്തിന് കൃത്യമായിട്ട് മനസ്സിലാകുന്നുണ്ട്. അതായത് ഈ സംഭവം ലവ് ജിഹാദ് എന്നുള്ള പേരിലുണ്ടല്ല കുറച്ചു കാലം ഈ കേരളത്തിലുണ്ടല്ല കുറച്ചു കാലം നിങ്ങൾക്ക് കത്തിക്കണം. അതിന്റെ പരിപാടിയാണ് നിങ്ങളിപ്പോ നോക്കുന്നത്. ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറഞ്ഞു, ഈ കൊലപാതകത്തിന്റെ കാരണം അന്വേഷിച്ചു പോയി കഴിഞ്ഞാൽ ഇതൊരു ലവ് ജിഹാദ് എന്നല്ല, ഇതൊരു പ്രണയപരമായ കാര്യമാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ ആ പ്രണയപരമായ കാര്യം എന്താണെന്ന് ഞാനിവിടെ പറഞ്ഞു കഴിഞ്ഞാൽ ആ പെൺകുട്ടിയുടെ കുടുംബത്തിനുണ്ടല്ല അവർക്കത് വല്ലാതെ വിഷമാവും. ഞാൻ അങ്ങനെ ആ മാതാപിതാക്കളെ വിഷമിക്കുന്ന രീതിയിൽ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും വിശകലമായിട്ടുണ്ടല്ല നമ്മൾ തമ്മിൽ ഒരു വ്യത്യാസം ഇല്ലാണ്ടായി പോകും. അതായത് എന്നോട് ആരെങ്കിലും നീയും വിശകലും തമ്മിൽ യാതൊരു വ്യത്യാസം ഇല്ലല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലത്തെ ഒരു അപമാനം ഉണ്ടല്ല എനിക്ക് വേറെ വരാനില്ല. അതുകൊണ്ട് മാത്രമാണ് ആ മരണത്തിന്റെ കൃത്യമായ കാരണം ഉണ്ടല്ല അത് ഞാൻ ഇവിടെ പറയാൻ നിൽക്കാത്തത്. പിന്നെ ഞാൻ വേറൊരു കാര്യം കൂടി പറഞ്ഞ വിശകലമാണ് നിങ്ങളോട്. നിങ്ങൾ തന്നെ വന്നിട്ട് ഇപ്പൊ പറയുന്നുണ്ട് ആ പെൺകുട്ടിയെ കുറെ കാലമായിട്ട് ആ പ്രതി ഉണ്ടല്ല മതം മാറ്റാൻ ശ്രമിക്കുന്നുണ്ട് എന്ന്. എന്നിട്ട് ഇത്രയും വലിയ സംഭവം ഉണ്ടായിട്ട് ആ പെൺകുട്ടി ഉണ്ടല്ലോ ആ കാര്യം ഇതുവരെ സ്വന്തം വീട്ടിൽ വിളിച്ച് പറഞ്ഞില്ല എന്ന് പറയുമ്പോൾ അത് വിശ്വസിക്കാൻ വേണ്ടി അത്രയും വലിയ പൊട്ടന്മാരല്ല കേട്ടോ മലയാളികൾ മൊത്തം. അതായത് കൊല്ലപ്പെടുന്നത് വരെ ആ പെൺകുട്ടി ഉണ്ടല്ല എന്നെ മതം മാറ്റാൻ ശ്രമിക്കുന്നുള്ള കാര്യം ഉണ്ടല്ല ആ കാര്യം വീട്ടിൽ അറിയിച്ചിട്ടേ ഇല്ല. അപ്പൊ അതിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നുണ്ടല്ലോ അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ, അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല അവിടെ. അതുകൊണ്ട് വിശകലമാണ് ഈ മരണം മുതലെടുക്കുന്ന നിങ്ങളെ ചീപ്പ് പരിപാടി ഉണ്ടല്ല, സ്ഥിരമായിട്ടുള്ള ചീപ്പ് പരിപാടി, ആ പരിപാടി തൽക്കാലം ഉണ്ടല്ല ഈ പെൺകുട്ടിയുടെ വിഷയത്തിലുണ്ടല്ല എടുക്കാൻ നിക്കല്ല മാഡം. അതായത് മരണം പോലും മുതലെടുക്കുന്ന നിങ്ങളെ ചീപ്പ് പരിപാടി ഉണ്ടല്ല തൽക്കാലം ഇവിടെ നിർത്ത്. നമുക്കിനി നമ്മൾ വിശകലമായിട്ടുണ്ടല്ല ഉസ്ബെക്കിസ്ഥാനിലെ പോലീസിനെ പറ്റിയൊക്കെ കുറെ കുറ്റം പറയുന്നുണ്ട്. അതും കൂടി നമുക്കൊന്ന് കേട്ടിട്ട് വരാം. അവിടുത്തെ പോലീസും ഇത്തരത്തിൽ ഈ കേസിന്റെ തെളിവുകൾ നശിപ്പിക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നു എന്നോട് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഒന്ന് ഇവർ ചെന്നപ്പോഴേ ആ എവിടെയാണോ ഈ ക്രൈം നടന്നത് അവിടെ ക്ലിയർ ആക്കി കഴിഞ്ഞു എന്നുള്ളതാണ്. അതൊന്ന് ബന്ദോബസ്താക്കിയിട്ടില്ല. മാത്രമല്ല ഈ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന അതിന്റെ തൊണ്ടി മുതലായ ലാപ്ടോപ്പ് കൊടുത്തു വിട്ടു എന്നല്ല, ആ സമയത്ത് കുട്ടി ഉപയോഗിച്ചിരുന്ന വസ്ത്രവും കൊടുത്തു വിട്ടു കഴിഞ്ഞു. അതൊക്കെ ഒരു ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കണ്ടേ? ഇത് കാണുമ്പോൾ ഒരാളെ കൊണ്ട് ഇങ്ങനെ ചെയ്യാൻ കഴിയൂ? ഒന്നിൽ കൂടുതൽ ആളുകൾ ഇതിൽ ഉണ്ടായിരുന്നു എന്ന് ന്യായമായ ബോഡി കാണുമ്പോൾ നമുക്ക് സംശയം തോന്നുന്നുണ്ട്. പ്രതിയുടെ ഒരു സഹോദരൻ വയനാട് ഡോക്ടറായി പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അവര് ഇതിനൊരു ആസൂത്രിതമായ ഒരു സ്വഭാവം ഇതിനകത്ത് ഉണ്ടാകാൻ വളരെ വലിയ സാധ്യതയുണ്ട്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവിടുന്ന് പ്രാദേശികമായി ഇവർ ചെന്ന വഴിക്ക് ഇത്ര മൃഗീയമായൊരു കൊല നടന്നിട്ട് അത് ഒത്തുതീർക്കല്ലേ എന്ന് ചോദിക്കുമ്പോൾ പ്രതികൾക്ക് അസാമാന്യമായ സ്വാധീനം അവിടെയുണ്ട്. ആ സ്വാധീനം മതത്തിൻ്റെയാണോ പണത്തിൻ്റെയാണോ അത് നമുക്കറിയില്ല. ഒരു പക്ഷേ ആ മതപരമായ ഒരു ബന്ധം കൊണ്ടാണോ അങ്ങനെ അവസാനിപ്പിക്കാമെന്ന് പറഞ്ഞത്, അതോ പണത്തിൻ്റെയാണോ എന്ന്. രണ്ടായാലും ഈ കുട്ടിക്ക് നീതി കിട്ടിയേ പറ്റൂ.
എന്റെ വിശകലമാണ് നിങ്ങളുടെ ഉസ്ബെക്കിസ്ഥാനിലെ പോലീസിനെ കുറ്റം പറഞ്ഞത്. ആ പോലീസ് ഉണ്ടല്ല, അവരൊന്നും കേൾക്കാൻ നിൽക്കണ്ട. കാരണം ആ പ്രതിക്കുണ്ടല്ല നമ്മളെ നാട്ടിലേക്കാളും മാരകമായ ശിക്ഷ കിട്ടണമെങ്കിൽ അതുണ്ടല്ല ഉസ്ബെക്കിസ്ഥാനിൽ തന്നെ കിട്ടും. അതായത് നമ്മളെ നാട്ടിലെ പോലത്തെ ശിക്ഷയൊന്നല്ല ഉസ്ബെക്കിസ്ഥാനിൽ ആ പ്രതിക്ക് കിട്ടുക. നല്ല ശക്തമായ ശിക്ഷ തന്നെ ഉണ്ടല്ല അവിടെ കിട്ടും. അതൊന്നും അറിയാതെ ഒരു രാജ്യത്തെ നിയമത്തെ ഉണ്ടല്ല വെറുതെ ഇങ്ങനെ കുറ്റം പറയാൻ നിൽക്കല്ലേ എന്റെ വിശകലമാടം. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ നമ്മൾ വിശകലമാടത്തിന് സംഖ്യക്കൊണ്ടല്ല ആ പ്രതിക്കണ്ടല്ല ആ പ്രതിക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കുക എന്നുള്ളതല്ല ഉദ്ദേശം. അതായത് സംഘപരിവാറിന് ഈ കേസ് ഉണ്ടല്ല, ഈ കേസ് ഇങ്ങനെ ലൈവായിട്ട് നിർത്തിക്കണം. കുറെ കാലം ഉണ്ടല്ല ലൈവായിട്ട് നിർത്തിക്കണം. എന്നിട്ട് ഇതിന്റെ മുതലെടുപ്പ് നടത്തണം. അതാണ് സംഘപരിവാറിന്റെ ഉദ്ദേശം. അതായത് ആ പ്രതിക്കുണ്ടല്ല ശിക്ഷ കിട്ടാൻ പാടില്ലെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് നമ്മളെ സംഘപരിവാറാണ്. അതായത് പ്രതിക്ക് ശിക്ഷ കിട്ടിക്കഴിഞ്ഞാൽ പിന്നീടില്ല പിന്നെ ഇവർക്ക് മുതലെടുക്കാൻ കഴിയില്ലല്ലോ. അതായത് ആ പ്രതിക്ക് ശിക്ഷ കിട്ടാതെ അതിങ്ങനെ മുതലെടുത്ത് ഇങ്ങനെ നമ്മളെ നാടുണ്ടല്ല നാടിനെ കത്തിക്കണം. അതാണ് ഇവരുടെ ഉദ്ദേശം. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ആ പെൺകുട്ടിയുടെ മാതാപിതാക്കളോടാണ്. കേരളം ഉണ്ടല്ല, കേരളം മൊത്തം ഉണ്ടല്ല നിങ്ങളെ കൂടെ തന്നെയാണ്. നിങ്ങളെ മകൾക്കുണ്ടല്ല നീതി കിട്ടണം തന്നെയാണ് കേരളം മൊത്തം പറയുന്നത്. പക്ഷെ ഇതുപോലുള്ള വർഗീയ വിഷയങ്ങൾ വന്നിട്ട് പറയുന്ന കാര്യങ്ങളുണ്ടല്ല ദയവ് ചെയ്ത് നിങ്ങൾ കേൾക്കാൻ നിൽക്കല്ലേ. അതായത് ഇതുപോലുള്ള സാധനങ്ങളെ കൊണ്ട് നിങ്ങൾക്കുണ്ടല്ല ഒരു ഉപകാരവും ഉണ്ടല്ല, ഉപദ്രവം മാത്രമേ ഉണ്ടാവും. നമുക്കിനി എന്തായാലും കേരളത്തിലെ ഏറ്റവും വലിയ കുളം കലക്ക് മീൻ പിടിക്കുന്ന ടീം ഉണ്ടല്ല വിസർജന ടിവിയിലെ ചർച്ചാ ടീം. ആ ചർച്ചാ ടീം ഉണ്ടല്ല ഈ സംഭവത്തെ എന്താണ് ചെയ്യുന്നതെന്നും എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നതെന്ന് കണ്ടിട്ട് വന്നാലോ. ആശയത്തിന് വേണ്ടി ജീവൻ കളയാനും ജീവൻ എടുക്കാൻ വേണ്ടി ആൾക്കാർ പോയി എന്ന് പറഞ്ഞിട്ട് ഈ പ്രബുദ്ധ കേരളത്തിൽ നാൾ പോയി എന്ന് പറഞ്ഞിട്ട് ആരും പ്രതികരിച്ചില്ല. ഇതിന്റെ വേറെ എവിടെ ഇറക്കും? എങ്ങനെ വേറെ എവിടെ ഇറക്കണമെന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ കുറച്ചുകൂടി തീവ്രമായ നിലപാടുകളൊക്കെ പറയേണ്ടി വരും പ്രതിഫലം. കാരണം ഒന്ന്, ഇത് എവിടെ നിന്ന് തുടങ്ങുന്നു എന്നുള്ള ചോദ്യമുണ്ട്. ഈ ചോദ്യത്തിനാണ് കേരളം ഉത്തരം കണ്ടെത്തേണ്ടത്. എവിടെ നിന്നാണ് കാഫറുകളെ കൊല്ലാനുള്ള പ്രേരണ കിട്ടുന്നത്? എവിടെയാണ് ഇസ്ലാം മതം വിട്ടുപോകുന്നവൻ കൊല്ലപ്പെടേണ്ടവനാണെന്ന ചിന്ത വരുന്നത്? അത് എവിടെയാണ് പഠിപ്പിക്കപ്പെടുന്നത്? എന്റെ ഒരു സംശയമാണ്. കാരണം കേരളത്തിലെ മദ്രസാ വിദ്യാഭ്യാസത്തെ കുറിച്ച് എനിക്ക് കൃത്യമായ ധാരണയില്ല. എന്തൊക്കെയാണ് അവിടെ പഠിപ്പിക്കുന്നത് എനിക്ക് അറിയില്ല. പക്ഷേ ഈ പുറത്തു വരുന്ന ചില വാർത്തകൾ, പുറത്തു വരുന്ന ആരിഫ് ഹുസൈൻ തെരുവത്തിന്റെ പോഡ്കാസ്റ്റ് പോലെയുള്ള കാര്യങ്ങളിലൊക്കെ പറയുന്നുണ്ട് ഏതെങ്കിലും മദ്രസകളിൽ ഈ പറയുന്ന രീതിയിൽ ഇസ്ലാം വിട്ടുപോകുന്നവരെ കൊല്ലണമെന്ന് പഠിപ്പിക്കുന്നുണ്ട്. എന്റെ ചോദ്യമാണ്, എനിക്കറിയില്ല, ഉണ്ടെങ്കിൽ അത് തിരുത്തപ്പെടേണ്ടേ? ഏതെങ്കിലും മദ്രസകളിൽ കാഫറുകളെ ഇല്ലാതാക്കണമെന്ന പഴയ വചനം അത് വീണ്ടും ആവർത്തിച്ച് പറയപ്പെടുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അതില്ലാതാക്കണ്ടേ? ഇത്തരം ചോദ്യങ്ങൾക്ക്, ഇത്തരം പരിഷ്കാരങ്ങൾക്ക് മുസ്ലിം സമൂഹമടക്കം ഇറങ്ങിത്തിരിക്കാതെ ഇതിലൊന്നും ഒരു മാറ്റം ഉണ്ടാകില്ല. ഈ പറഞ്ഞ മദ്രസാ പഠനത്തിലടക്കമുള്ള കാര്യങ്ങളിൽ എന്റെ അഭിപ്രായങ്ങൾ ആരിഫ് ഹുസൈൻ തെരുവത്ത് പോലെയുള്ള ആളുകളുടെ പോഡ്കാസ്റ്റിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. നേരിട്ട് ഞാൻ കണ്ടിട്ടില്ല, പഠിച്ചിട്ടില്ല. പക്ഷേ ഉണ്ടെങ്കിൽ ഈ എടാ ചാണക സംഖ്യ, നിനക്കുണ്ടല്ല മദ്രസയിൽ എന്താണ് പഠിപ്പിക്കുന്നതെന്നും അവിടെ എന്താണ് ചെയ്യുന്നതെന്നും ഒന്നും അറിയില്ലെങ്കിൽ അറിയാത്ത കാര്യത്തെ കുറിച്ചുണ്ടല്ല ഇങ്ങനെ വന്ന് കൊണയടിക്കാൻ പാടില്ല. രണ്ടാമത്തെ കാര്യം, നിനക്കുണ്ടല്ല മദ്രസയിൽ എന്താണ് പഠിപ്പിക്കുന്നത് അറിയണമെങ്കിൽ നീ ഉണ്ടല്ല ഏതെങ്കിലും ഉസ്താദിനെ കണ്ടില്ലേ കുറച്ച് സമയം ഉണ്ടല്ല അവിടെ കയറി ഇരുന്നിട്ട് അവിടെ എന്താണ് പഠിപ്പിക്കുന്നതെന്ന് ഒന്ന് മനസ്സിലാക്കിയിട്ട് വാ. നിനക്കങ്ങനെ മദ്രസയിൽ എന്താണ് പഠിപ്പിക്കുന്നത് കൃത്യമായിട്ട് അറിയണമെങ്കിൽ നീ എന്നോട് പറ. ഞാനുള്ള ഏതെങ്കിലും മദ്രസയിൽ ഏതെങ്കിലും ഉസ്താദിനെ കണ്ടിട്ട് നിന്നെ ഒരു മദ്രസയിൽ കയറ്റി ഇരുത്താം. അപ്പൊ നിന്നെ പോലത്തെ ചാണക സംഖ്യ കൃത്യമായിട്ട് മനസ്സിലാകുമല്ലോ മദ്രസയിൽ എന്താണ് പഠിപ്പിക്കുന്നത്. അപ്പൊ നിന്റെ ഈ കുരുവട്ടലുണ്ടല്ല ഈ കുരുവട്ടലും തീരുമല്ലോ. അതൊന്നും ചെയ്യാതെ കേരളത്തിലെ ഏറ്റവും വലിയ ഫ്രോഡായ ആരിഫ് ഹുസൈൻ അവൻ പറയുന്ന കാര്യമാണല്ലേ നിനക്ക് വേദവാക്യം. എടാ ചാണക സംഖ്യ, കേരളത്തിലുണ്ടല്ലോ സംഖ്യകളെ ഏറ്റവും കൂടുതൽ പൊട്ടന്മാരാക്കുന്ന ആരാണെന്നറിയാം? ഈ ആരിഫ് ഹുസൈൻ ആണ് കേരളത്തിലെ സംഖ്യകളാ ഏറ്റവും കൂടുതൽ പൊട്ടന്മാരാക്കിയിട്ട് ഇങ്ങനെ സുഖമായിട്ട് ജീവിക്കുന്നത്. അതുകൊണ്ട് ആരിഫ് ഹുസൈൻ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണെന്ന് നീ വിചാരിക്കുന്നുണ്ടെങ്കിൽ നീയാണ് കേരളത്തിലെ ഏറ്റവും വലിയ മന്ദബുദ്ധി എന്റെ ചാണകമേ. നിങ്ങൾ കണ്ടില്ല ഒരു മരണത്തെ വരെ ഈ ചാണക സംഖ്യകൾ എങ്ങനെയാണ് ആഘോഷാക്കുന്നതെന്ന്. അതായത് ഈ ചാണക സംഖ്യ ഈ മരണമുണ്ടല്ലോ എങ്ങനെയെങ്കിലും ലവ് ജിഹാദ് ഉണ്ടല്ലോ ലവ് ജിഹാദിൽ എത്തിച്ച് നിർത്തണം. അതാണ് ഈ ചാണക സംഖ്യയുടെ ഉദ്ദേശം. അതുകൊണ്ട് ഒരിക്കൽ കൂടി ആ മരണപ്പെട്ട പെൺകുട്ടിയുടെ മാതാപിതാക്കളോട് എനക്കൊന്നേ പറയുള്ളൂ, ഈ ചാണകങ്ങൾ പറഞ്ഞത് ഒരു കാരണവശാലും നിങ്ങൾ വിശ്വസിച്ചേക്കല്ലേ. കേരളം ഒറ്റക്കെട്ടായി, മതവും ജാതി എന്നൊക്കെ കേരളം ഒറ്റക്കെട്ടായി നിങ്ങളെ കൂടെ തന്നെയാണ്. നിങ്ങളെ മകൾക്കുണ്ടല്ല നീതി കിട്ടണം തന്നെയാണ് കേരളം ഒറ്റക്കെട്ടായി പറയുന്നത്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഈ വർഗീയവാദി ചാണകങ്ങൾ വിരിച്ച വലയിടില്ല, ആ വലയിൽ ദയവ് ചെയ്ത് നിങ്ങൾ വീഴല്ലേ. അപ്പൊ ഒരു മരണത്തെ പോലെ ഉളുപ്പും നാണവും അല്ലാതെ ആയുധമാക്കി മാറ്റുന്ന എല്ലാ ചാണക സംഖ്യക്കും ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.